കേരള പോലീസിനെയാകെ പിടിച്ചുലച്ചുകൊണ്ട് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു പരസ്യമായ വെല്ലുവിളിയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. സാധാരണ നിലയിൽ കടുത്ത അച്ചടക്കവും മേലുദ്യോഗസ്ഥരുടെ കൽപ്പനകളും അനുസരിക്കാൻ ബാധ്യസ്ഥരായ ഒരു സേനയ്ക്കുള്ളിൽ നിന്ന് ഒരു സിവിൽ പോലീസ് ഓഫീസർ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെയും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുമ്പോൾ അത് കേവലം ഒരു അച്ചടക്ക ലംഘനം മാത്രമല്ല, മറിച്ച് വൻ അഴിമതികളുടെയും മൂടിവെക്കലുകളുടെയും ചുരുളഴിക്കുന്ന ഒരു വലിയ ഭൂകമ്പമായി മാറിയിരിക്കുകയാണ്. തൃശ്ശൂർ സിറ്റിയിലെ സിവിൽ പോലീസ് ഓഫീസറായ ജ്യോതിഷ് CM ആണ് ഈ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുന്നത്. തനിക്കെതിരെ വകുപ്പ് തലത്തിൽ നൽകിയ പിരിച്ചുവിടൽ നോട്ടീസിനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരസ്യമായി കീറിയെറിഞ്ഞുകൊണ്ടാണ് ജ്യോതിഷ് ഈ പോരാട്ടത്തിന് തുടക്കമിട്ടത്. തൻ്റെ മേലുദ്യോഗസ്ഥനായ സിറ്റി പോലീസ് കമ്മീഷണർ കൃഷ്ണകുമാറിനെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിരിച്ചുവിടൂ സാർ എന്ന കടുത്ത ഭാഷയിലാണ് ജ്യോതിഷ് സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഈ ഒറ്റ പോസ്റ്റ് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ ഈ പരസ്യമായ വെല്ലുവിളിക്ക് പിന്നിൽ കേവലം ഒരു നോട്ടീസിനോടുള്ള ദേഷ്യം മാത്രമല്ല ഉള്ളത്. അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ജ്യോതിഷ് ഉന്നയിക്കുന്നത്. തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻകിട സെക്സ് റാക്കറ്റുകളെയും മാഫിയകളെയും സംരക്ഷിക്കുന്നത് ഈ പറയുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണെന്നാണ് ജ്യോതിഷിൻ്റെ പ്രധാന ആരോപണം. ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നതരും ഈ മാഫിയ സംഘങ്ങളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെക്കുറിച്ച് തനിക്ക് കൃത്യമായ വിവരമുണ്ടെന്നും അത്തരം വൻ തോക്കുകളുടെ ലൈംഗിക അഴിമതികളും സാമ്പത്തിക ഇടപാടുകളും പുറത്തു കൊണ്ടുവരുന്നതിനാണ് ഇപ്പോൾ തന്നെ വേട്ടയാടുന്നത് എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. തനിക്കെതിരെ വന്നിട്ടുള്ള പിരിച്ചുവിടൽ നോട്ടീസ് ഈ വൻ അഴിമതികൾ മൂടിവെക്കാനും തൻ്റെ വായടപ്പിക്കാനുമുള്ള ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ജ്യോതിഷ് ആരോപിക്കുന്നത്. ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഔദ്യോഗിക പദവിയും ജോലിയും വരെ പണയപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് പിന്നിൽ ശക്തമായ തെളിവുകൾ ഉണ്ടായിരിക്കാം എന്ന ചർച്ചയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിലും സേനയ്ക്കുള്ളിലും സജീവമാകുന്നത്. ആഭ്യന്തര വകുപ്പിനെയും പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവരെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ സംഭവം. നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ കുറ്റവാളികൾക്ക് കുടപിടിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉയരുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിശ്വാസ്യത തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ പരസ്യപ്പോര് എങ്ങോട്ടാണ് അവസാനിക്കുക എന്നും ജ്യോതിഷ് ഉന്നയിച്ച ഈ വലിയ വെളിപ്പെടുത്തലുകളിൽ ആഭ്യന്തര വകുപ്പ് എന്ത് നടപടി സ്വീകരിക്കുമെന്നും കാത്തിരുന്നു തന്നെ കാണേണ്ടതുണ്ട്.